ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തമ്മിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും കാര്യം കത്തിക്കാണും. അതിൽ നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലാക്ക് ഷോർട്ട് കുർത്തീസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ബ്ലാക്ക് കളർ ഒട്ടുമിക്ക പേരുടെയും ഫേവറേറ്റ് കളറായിരിക്കില്ലേ. എൻ്റെ ഫേവറേറ്റ് കളറുകളിൽ ഒരു കളറാണ് ബ്ലാക്ക്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം ബ്ലാക്കും വൈറ്റും ഒരു കോമ്പിനേഷനിൽ പെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അതോടൊപ്പം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൈ. ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് റയോൺ സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ. ബ്യൂട്ടിഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റൗണ്ട് നെക്കാണ്. നെക്കിൻ്റെ സൈഡിൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതും ഫിനിഷിംഗ് ഒക്കെ അതും സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല. മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 280 രൂപയ്ക്കാട്ടോ ഞാൻ മേടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. 280 രൂപയ്ക്ക് ഇത് വർത്തായിട്ടുള്ള പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് മീഡിയത്തിലാട്ടോ. മീഡിയം സൈസിലാണ് ഞാനിത് വാങ്ങിക്കുന്നത്. സ്മാൾ മുതൽ XXL വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ആഫ്റ്റർ വാഷിൽ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവില്ല എന്നാട്ടോ അവർ ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്താലേ അതിൻ്റെ സത്യമാണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണിത്. അടിപൊളി കുർത്തിയാണ്. അടുത്തത് വന്നിട്ട് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രിൻറ്റഡ് ടോപ്പാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്തി കേട്ടോ. പക്ഷേ എനിക്കിത് ഇട്ടപ്പോൾ ഭയങ്കര ലൂസായിരുന്നു. ഇത് ഞാൻ സൈസ് എനിക്ക് നോക്കിയപ്പോൾ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാർജ് എനിക്ക് നല്ല ലൂസായിരുന്നു. ഒരു സ്മോളൊക്കെയാണ് എങ്കിൽ ഓക്കെ ആയിരുന്നു. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് 277 രൂപയ്ക്കാണ് ഞാൻ മേടിക്കുന്നത്. സ്മാൾ മുതൽ XXL വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാൻ നല്ല ഓപ്ഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് പോർഷനാണ് കേട്ടോ. വി നെക്ക് പോർഷനാണെങ്കിലും അത് കുറച്ചൊരു ഇറക്കം തോനെയായിട്ടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ചൊരു ഇറക്കം ഉണ്ട്. അത് മാനേജ് ചെയ്ത് വെയർ ചെയ്യാം. ഓക്കെ. അടുത്തത് വന്നിട്ട് ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്നിട്ടുള്ള ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്തി കേട്ടോ. ഞാൻ ഒരുപാട് റീൽസിലും ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുർത്തിയുള്ളൊരു കുർത്തിയാണ്. നല്ല വീനെക്കിൽ വരുന്നത് നല്ല ഫ്ലോർ പ്രിൻ്റഡ് ആയിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നിട്ടുള്ള അടിപൊളി കുർത്തിയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാണ്. എൻ്റെ സൈസ് മീഡിയം ആയതുകൊണ്ട് ഇതെനിക്ക് പക്കായിരുന്നു. ഇതിൻ്റെ സൈസ് സ്മോൾ മുതൽ XXL വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ മീഡിയം സൈസിലാണ് ഓർഡർ ചെയ്യുന്നത്. ഞാൻ വാങ്ങിക്കുന്ന സമയത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 253 രൂപയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പോയി വന്നൊക്കെ ഇരിക്കും. അപ്പോൾ അടുത്ത കുർത്തി വന്നിട്ട് ഒരു പ്യോർ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു എയർലൈൻ കുർത്തിയാണ് കേട്ടോ. എനിക്കും ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് പക്കാണ് കേട്ടോ. പക്ക ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഇത് വെയർ ചെയ്യുമ്പോൾ എന്നെ എടുത്ത് വെച്ച് തയ്ച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മാതിരി ഉള്ള ഒരു പക്ക ഫിറ്റിംഗ് ആയിരുന്നു. ഇത് ഞാൻ മേടിക്കുന്നത് 244 രൂപയ്ക്കാണ്. സ്മോൾ ആട്ടോ. ഇത് ഞാൻ സ്മോൾ സൈസിലുള്ളതെന്നും തോന്നുന്നു അവൈലബിൾ. ഞാൻ സ്മോൾ എടുത്തത്. പക്ഷേ എനിക്കിത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇത് വാഷിങ്ങിൽ ചിലപ്പോൾ ഇത് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ടൈറ്റായിട്ട് ഇരിക്കും. അങ്ങനെ 1-2 ഡ്രസ്സ് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും, നിങ്ങളുടെ സൈസിൽ നിന്ന് ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് മീഡിയം എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ സ്മാളേ അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്മാൾ എടുത്തത്. പക്ഷേ ഇപ്പോൾ എനിക്കിത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ആഫ്റ്റർ വാഷ് എന്താണെന്ന് അറിയത്തില്ല, നോക്കണം. അപ്പോൾ ഇതിൻ്റെ സൈസ് സ്മാൾ മുതൽ XXL വരെ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ഹാപ്പിനെസ് തരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വരുന്ന ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാണാം.
അതുവരെ ടിൽ ദെൻ ബൈ ബൈ ടാറ്റാ.